ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ലിമിറ്റ് ഇതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1/x². അപ്പോൾ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1/x² എങ്ങോട്ടേക്കാണെന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ റഫായിട്ട് ഇതിൻ്റെ ഒരു ഫിഗർ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതായത് 1 എന്നുള്ള വാല്യൂവിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2². ഓക്കെ, അപ്പോൾ എക്സ് 2 വരുമ്പോൾ 1/2², അതായത് 1/4 വരും. ഇങ്ങനെ 2, 3 അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞ് 0ലേക്ക് അപ്രോച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നേരെ മറിച്ച് ഇവിടെ ഒരു 1/2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എക്സിന് 1/2 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 1/x² എന്താ സംഭവിക്കുക? 1/1/2². 1/1/2², അതായത് 1/1/4. 1/1/4 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എത്രയാണ് വരുന്നത്? 4 ആണ് വരിക. അതായത് എക്സിന് 1/2 വരുന്ന സമയത്ത് നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് വരിക. നേരെ മറിച്ച് എക്സ് ഒരു 1/3 ആണെന്ന് വിചാരിക്കാം. 1/3 ആകുമ്പോൾ എന്താ സംഭവിക്കുക? 1/1/9 വരും, അതായത് 9 ആണ് വരിക. അപ്പം 9 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയും ഇങ്ങോട്ടേക്ക് വീണ്ടും മേലോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതായത് 1/4, 1/5, ഒരു 1/100 ഒക്കെ വരികയാണെങ്കിൽ എന്ത് വരും? 100² ആണ് എന്ത് വരിക? അതായത് അത്രയും വാല്യൂ മേലോട്ടേക്ക് ആണ് പോകുന്നത്. ഓക്കെ, സെയിം തന്നെയാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോഴും വരിക. നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. അതിങ്ങനെ മേലോട്ടേക്ക് പോകുന്നത്. അതായത് ഈ ഒരു ഇതാണ് നമ്മളെ റഫ് ഫിഗർ വരുന്നത്. ഇതിൻ്റെ 1/x² എന്നുള്ള ഗ്രാഫിൻ്റെ റഫ് ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1/x². അപ്പോൾ നിങ്ങൾ നോക്കുക, എക്സ് 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് 0 വരുന്നത്. എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് 0ലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? മേലോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിലും സെയിം മേലോട്ടേക്ക് തന്നെ ആണ് നമ്മൾ വാല്യൂ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല ഏതാണ്. അത്രയും വലിയ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1/x² വാല്യൂ, അതായത് പോസിറ്റീവേ വരുന്നുള്ളൂ, അത് അത്രയും വലിയ വാല്യൂ ആണ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ അത്രയും വലിയ വാല്യൂ ആണ് വരിക. നമുക്ക് എത്രയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1/x² വാല്യൂ അപ്പോൾ എന്താണ്? ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കുക. ഗ്രാഫിൽ നമുക്ക് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ്? അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ്? അപ്പോൾ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഗ്രാഫ് സ്യൂട്ടബിളും ആവില്ല. ഓക്കെ, ഇങ്ങനെ ചെറിയ പ്രോബ്ലത്തിൽ നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -2 1/x+2². ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ -2 വരുമ്പോൾ അതായത് 1/x+2² ഗ്രാഫാണ് ഞാൻ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ സെയിം തന്നെ നേരത്തെ 1/x² ആണെങ്കിൽ ഇവിടെ 2 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് വന്നു. x+2² ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് അതായത് -1ൻ്റെയും -2ൻ്റെയും അടുത്തുള്ള വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ അതെന്താണ്? അത്രയും വലിയ വാല്യൂസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്ന് എക്സിൻ്റെ വാല്യൂ -2ലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മേലോട്ടേക്ക് പോവാണ്.
അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, മേലോട്ടേക്ക്, അതായത് അത്രയും വലിയ വാല്യൂസ് ആണ്, ആർബിട്രറി ലാർജ് വാല്യൂസ് ആണ് നമുക്കിതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/x+2 ദി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ വരിക, സെയിം, അതായത് 1/x² അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും, ഇൻഫിനിറ്റി. ഓക്കെ, അതായത് ഇൻഫിനിറ്റി ആണ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/x+2 ദി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരും. ഓക്കെ, നെക്സ്റ്റ്, അതായത് നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എക്സിൻ്റെ വാല്യൂ തന്നെ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ എന്താണ്, ഏത് വാല്യൂ കൊടുത്താലാണ് നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് പ്രോബ്ലം കൊണ്ട് നമുക്ക് മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3x+2 ഡിവൈഡഡ് ബൈ എക്സ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് അതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് നോക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഫസ്റ്റത്തെ അതിനകത്ത്, അതായത് ന്യൂമറേറ്ററിൻ്റെ അകത്ത് നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുത്താൽ എന്താ വരിക, എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3 ആണുള്ളത്, പ്ലസ് അടുത്ത എന്ത് വരും, 2/x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് വരും. അപ്പോൾ നമുക്ക് ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 + 2/x. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, 2/x ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 3 ആണ്. ഇനി നമ്മൾ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x. അത് നമ്മൾ ചെയ്തതായിരുന്നു. ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുമോ, ഈ വാല്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലത്തിലും എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ ഒരു കേസിൽ. ഓക്കെ, നെക്സ്റ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 -3x ഡിവൈഡഡ് ബൈ x² - 4x + 4. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 -3x ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. നമ്മൾ കുറേ റൂള് പഠിച്ചിട്ടുണ്ട്, ആ റൂള് വെച്ചിട്ടാണ് നമ്മൾ x² ഇതിനിങ്ങനെ മാറ്റി എഴുതാൻ പറ്റിയത്, 4x + 4. ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 -3x ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 ഡിവൈഡഡ് ബൈ, ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, x - 2 ഹോൾ സ്ക്വയർ, a² - 2ab + b² വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഈ x² - 4x + 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1/x - 2 ദി ഹോൾ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, കഴിഞ്ഞല്ല എൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1/x - 2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വരിക, ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ, ഇൻഫിനിറ്റി ആണ്. ഇവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ആരുണ്ട്, -3 ഉണ്ട്, അതായത് -3 ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ളതിനാണ് എക്സിന് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, -6 ഇൻറ്റു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഇൻഫിനിറ്റി ആണ് വരിക. ഇൻഫിനിറ്റി കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല, പക്ഷെ നമുക്ക് എന്തറിയാം,
അത് മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്താണ്, മൈനസ് ഇൻഫിനിറ്റിക്ക് തുല്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, ദി ഡെറിവേറ്റീവ് ആസ് എ ലിമിറ്റ്. നമ്മൾ ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അതൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇതിൽ, അതായത് 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് അറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ. അപ്പം എക്സിൻ്റെ വാല്യൂ എക്സ് നോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഏത് പോയിന്റിൽ, എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ. ഇത് ഓൾറെഡി നമ്മൾ വെലോസിറ്റിയും ആവറേജും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ദി ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് ആൻഡ് ദി റൂൾസ് ഓഫ് ലിമിറ്റ് ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ്. നമുക്ക് എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്തായിട്ട് എടുക്കുക, എക്സ് ക്യൂബ് ആയിട്ട് എടുക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇപ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഓരോരോ ടേമായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യം വേണം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, പിന്നെ എഫ് ഓഫ് എക്സ് നോട്ട്, പിന്നെ ഡെൽറ്റ എക്സ്, അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇതെന്ന് പറയുന്നത് എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് കൊടുക്കുക. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ ക്യൂബ്. ഇത് നമ്മൾ എക്സ്പാൻഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3, അതായത് എ ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab². എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ, ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് നോട്ടും വേണം, ഡെൽറ്റ എക്സും വേണം. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും ആയിട്ട് അപ്പോൾ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x0 ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 3x0 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബ്.
മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് നോട്ട് ക്യൂബ്. ഇത് സിമ്പിൾ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്കറിയാം ഈ എക്സ് നോട്ട് ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവായി. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കിയുള്ള ടേം എടുത്ത് എഴുതുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3x naught delta x square plus അതായത് ഇപ്പുറം ഏതാ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 3x naught delta x square plus 3x square delta x 3x naught square delta x square plus 3 രണ്ട് ടേം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടേം ഇവിടെ ആവശ്യം വരുന്നില്ല. 3x naught into delta x the whole square into plus 3x naught square delta x plus delta x cube divided by delta x. നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേലൊക്കെ എന്താണ്? കംപ്ലീറ്റ് ഡെൽറ്റ എക്സിൻ്റെ ടേമുണ്ട്, താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് എങ്ങനെയായാലും പുറത്തേക്ക് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 3x naught delta x square plus 3x naught square delta x plus delta x cube divided by delta x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിനകത്തും ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ആദ്യത്തതിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു 3x naught ഡെൽറ്റ എക്സ് പ്ലസ് 3x square ഡെൽറ്റ എക്സ് പ്ലസ് ഇവിടെ ബാക്കി ആരുണ്ടാവുക? ഡെൽറ്റ എക്സ് സ്ക്വയർ all divided by 5x 5 into equal to delta x. അപ്പോൾ ഈ ഡെൽറ്റ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇസ് ഈക്വൽ ടു ലിമിറ്റ് delta x tends to 0 3x naught delta x plus 3x naught plus delta x square all divided by cancel ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ നമ്മളെ വാല്യൂ എന്താണ് വരിക? ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ എന്താ വരിക? ഇവിടെ ഒരു 3x naught സ്ക്വയർ ഉണ്ട്. ഇവിടെ 3x naught ഡെൽറ്റ എക്സ് സ്ക്വയർ, ഇവിടെ 3x square ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബാണ്. ഇവിടെ ഞാൻ എഴുതുമ്പോൾ ഒരു 3x naught സ്ക്വയർ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഡെൽറ്റ എക്സ് നമ്മൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വാല്യൂ എന്തായിപ്പോൾ 0 പ്ലസ് അടുത്ത വാല്യൂ എന്താണ്? 3x naught സ്ക്വയർ പ്ലസ് 0. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 3x naught സ്ക്വയർ. അതായത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ്, ഏത് പോയിന്റിൽ? x0 എന്നുള്ള പോയിന്റിൽ.
അപ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത്? 3x0². അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? d/dx ഓഫ് 3x² x³ എന്ന് പറയുന്നത് 3x² ആണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.